കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കമൻസിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കാതെ ഷാമ്പു ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന രീതിയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒരുപാട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ കഴിയുന്ന രീതിക്ക് പ്രഗ്നൻസി നമുക്ക് ഏതൊക്കെ വഴിയിലൂടെ ചെയ്ത് നോക്കാം എന്നൊക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലും ഒരുപാട് ആർട്ടിക്കിൾസ് ഇൻ്റർനെറ്റിലും അവൈലബിൾ ആണ്. അതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഒരുപാട് ആളുകൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഉണ്ട് ഒരുപാട് സംശയം, ചേച്ചി അതെങ്ങനെയാണ് വർക്കാവോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. ഒരിക്കലും ഈ ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ടോ ഷുഗർ ഉപയോഗിച്ചിട്ടോ സോൾട്ട് ഉപയോഗിച്ചിട്ടോ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ടോ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ടോ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് നമുക്ക് റിലയബിൾ റിസൾട്ട് കിട്ടുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. സാധാരണ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്ന 55 രൂപയുടെയോ 60 രൂപയുടെയോ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നമ്മൾ പ്രോപ്പർ വേയിലൂടെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, കാർഡിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ 99% വരെ ആക്യുറേറ്റ് റിസൾട്ട് നിങ്ങൾക്ക് തരാനായിട്ട് ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിന് സാധിക്കും. പക്ഷെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് വെച്ചിട്ട് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, 1% പോലും ഇത് ആക്യുറേറ്റ് ആണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇതിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാർഡും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടും സ്റ്റിൽ നിങ്ങളുടെ മൈൻഡിലൊരു സംശയം കിടപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പീരീഡ് മിസ് ആയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു കാർഡ് പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ പുറത്തുനിന്ന് മേടിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞു കണ്ടെയ്നർ നിങ്ങൾ എടുക്കുക. അത് യൂറിൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ്. അത് നല്ലതുപോലെ കഴുകി ഉണക്കി തുടച്ച് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് കഴുകി നല്ലതുപോലെ തുടച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. അതിലോട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ സാമ്പിൾ നിങ്ങൾ കളക്ട് ചെയ്തെടുക്കുക. രാവിലെ ആദ്യത്തെ യൂറിനിലായിരിക്കും ഏർലി സ്റ്റേജിൽ HCG ഹോർമോണിൻ്റെ അളവ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കേട്ടോ. നമ്മൾ അതല്ലാത്ത സമയത്ത് എടുത്തു കഴിഞ്ഞാൽ HCGയുടെ അളവ് ഡൈല്യൂട്ടായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ ലിക്വിഡ്സ് എടുക്കുന്നതിനനുസരിച്ചിട്ട്, വെള്ളം കുടിക്കുമ്പോഴോ ചായ കുടിക്കുമ്പോഴോ ജ്യൂസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ലിക്വിഡ്സ് എടുക്കുന്നതിനനുസരിച്ചിട്ട് യൂറിൻ ഡൈല്യൂട്ടായി പോകും. അതുകൊണ്ട് ഏർലി മോർണിംഗിലെ യൂറിൻ തന്നെ എടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു ഷാമ്പു ആണ്. ഈ ഷാമ്പു നമ്മൾ എടുത്തിട്ട്, അതിപ്പോൾ 1 രൂപയുടെ ക്ലിനിക് പ്ലസിൻ്റെ സാഷ എടുത്താലും മതിയാകും. അതെടുത്തിട്ട് അതൊരു തിക്കായിട്ടുള്ള ഫോമിലായിരിക്കുമല്ലോ ഉണ്ടാകുന്നത്. അത് ചെറുതായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്യുക. നമ്മൾ തലയിൽ തേക്കാൻ വേണ്ടി പാകത്തിന് അത്ര അങ്ങനെ ഡൈല്യൂട്ട് ആവണ്ട. ജസ്റ്റ് നിങ്ങളൊരു ഷാമ്പു എടുക്കുന്നുണ്ടെങ്കിൽ, ഒരു ഡ്രോപ്സ് നിങ്ങൾ ഷാമ്പു എടുക്കുന്നുണ്ടെങ്കിൽ അതിലോട്ട് 1-2 ഡ്രോപ്സ് വെള്ളം നിങ്ങൾ ഉപയോഗിച്ചിട്ട് പയ്യെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ഒരുപാട് പതഞ്ഞു വരുന്ന രീതിക്കല്ല, അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നിൽക്കുന്നത് പോലെ തന്നെ ഒന്ന് പയ്യെ ഒന്ന് ഇളക്കി ഒന്ന് ആക്കി കൊടുക്കുക. അതിലോട്ട് നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള യൂറിൻ ഉണ്ടല്ലോ, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോട്ട് നിങ്ങൾ മാറ്റുക. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കണം കേട്ടോ. ആ ഒരു കണ്ടെയ്നറിൽ ആ ഒരു പതഞ്ഞു വരുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കണം. അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഗ്ലാസ്സോ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ യൂറിനിലോട്ട് ഡൈല്യൂട്ട് ആക്കി വെച്ചിട്ടുള്ള ഷാമ്പു നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ദെൻ ഒരൊറ്റ തവണ മാത്രം അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് വരെ അതങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നിങ്ങൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആദ്യം തന്നെ എടുത്തിട്ട് ജസ്റ്റ് 2 തവണ ഒന്ന് കറക്കുക. അതായത് ഒന്നങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ്സ് വരെ നിങ്ങളത് അങ്ങനെ വെക്കുക കേട്ടോ. അത് വെക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ യൂറിൻ ആണെങ്കിൽ അത് പതയാനായിട്ട് തുടങ്ങും. കുഞ്ഞു കുഞ്ഞു ബബിൾസ് അതിൽ ഫോം ചെയ്ത് വരാനായിട്ട് തുടങ്ങും. നമ്മളിപ്പോൾ കട്ടൻ ചായ എടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ പതപ്പിച്ച് നമ്മൾ കട്ടൻ ചായ അടിക്കില്ലേ, അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളറിലുള്ള അല്ലെങ്കിൽ ബ്രൗണിഷ് ഷെയ്ഡിലുള്ള കട്ടൻ ചായയിൽ വൈറ്റ് കളറിലെ ബബിൾസ് വരുന്നത് പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ലേ. ഇതേപോലെ ബബിൾസ് ചെറുതായിട്ട് ആ ഒരു യൂറിനിൽ ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. HCGയും അതുപോലെ ഷാമ്പുവിലുള്ള അതിലടങ്ങിയിട്ടുള്ള വസ്തുക്കളും ചേർന്നിട്ടാണ് ഇത്തരത്തിൽ ഇത് ഫോം ചെയ്യുന്നതെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾസ് എഴുതിയ ആളുകളും അതുപോലെ ഇതിനെപ്പറ്റി പറയുന്ന ആളുകളും അഭിപ്രായപ്പെടുന്നത് കേട്ടോ.
നിങ്ങൾ പ്രഗ്നൻ്റ് അല്ല എങ്കിൽ അതിൽ നിന്ന് യാതൊരു തരത്തിലുള്ളൊരു ഫോമും ഉണ്ടാവില്ല എന്നും കൂടിയാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളൊരു 10 മിനിറ്റ്സ് വരെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് വെക്കുക. ഇടയ്ക്കെടുത്തിട്ട് നിങ്ങൾ ഇളക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും പത വരും. കാരണം അത് പതയാനുള്ളതാണ് ഷാമ്പു. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു തവണ മാത്രം നിങ്ങൾ ഇളക്കിയിട്ട് അത് അങ്ങനെ തന്നെ അങ്ങോട്ട് കീപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരുപാട് ഡൈല്യൂട്ട് ആക്കാനായിട്ട് നിങ്ങൾ നിൽക്കേണ്ട. അപ്പോൾ ഈ ഒരു മാറ്റം നമുക്ക് കാണണമെങ്കിൽ നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവർക്കാണ് ഉണ്ടാവുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മാറ്റം നിങ്ങളുടെ യൂറിനിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. സ്റ്റിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇതിനൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചേച്ചി ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് കമൻസിൽ പറഞ്ഞപ്പോഴേക്കും ഒരു കമൻറ്റ് എനിക്കൊരു കുറച്ച് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി കേട്ടോ. കാരണം ഒരുപാട് നാളുകളായി പ്രഗ്നൻസി ട്രൈ ചെയ്ത് നോക്കുന്നു, ഓരോ തവണയും കാർഡ് മേടിക്കാൻ പറയാനായിട്ടൊരു ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ട് വരുന്നു, വീട്ടുകാരുടെ കുത്തുവാക്കുകൾ കാണുന്നു കേൾക്കുന്നു. ഇതൊക്കെ വന്നതുകൊണ്ട് ചേച്ചി എനിക്ക് വീട്ടിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്, ഞാനിത് ട്രസ്റ്റ് പൂർണ്ണമായിട്ടും ചെയ്യില്ല, പക്ഷെ അങ്ങനെ ഒരു വഴി ഉണ്ടെങ്കിൽ ചേച്ചിയും കൂടി ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കമൻറ്റ് ബേസ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. നിങ്ങൾ ഈ ഒരു റിസൾട്ടിനെ ഒരിക്കലും പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇനി പ്രഗ്നൻസി ലക്ഷണങ്ങൾ വരാതിരിക്കുന്ന ആളുകളാണെങ്കിലും വന്ന ആളുകളാണെങ്കിലും കാർഡ് ഒരു 50 രൂപയുടെ 55 രൂപയുടെ മേടിച്ചിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ഇന്നത്തെ ആ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ചെറുതായിട്ടുള്ള സ്പോട്ടിങ് ഉണ്ടായതിനു ശേഷവും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവരുണ്ട്. സാധാരണയായിട്ട് ഇപ്പോൾ ഒരുപാട് പേരുടെ നമ്മുടെ നേരത്തെ വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു 4 years ഒക്കെ മുമ്പൊക്കെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞ് പലർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ളത് തന്നെ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ഏതാനും അവേഴ്സ് മാത്രം ഉണ്ടായിട്ടുള്ള ബ്ലീഡിങ്ങിനെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആയിട്ട് ആ സമയത്തൊക്കെ പരിഗണിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു 4 years കഴിഞ്ഞത് ഇപ്പോൾ ഒരു 2024 നമ്മൾ വന്ന് നിൽക്കുമ്പോഴേക്കും ഒരുപാട് പേർക്ക് ഒരു ദിവസം ഫുള്ള് ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്. അത് ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് അല്ല, പീരിയഡ്സ് പോലെയുള്ള ബ്ലീഡിങ് അല്ല, പക്ഷേ ഒരു ദിവസം ഫുള്ള് അവർക്ക് ആ ഒരു പാഡ് മാറ്റാൻ പറ്റാത്തതുപോലെ, അതായത് ഒരുപാട് ഫുള്ള് മാറ്റണ്ട പക്ഷേ അതുപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്. 2 ദിവസം ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ട്. നേരത്തെ ഒരു 30% ആളുകൾക്ക് മാത്രമാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടായതെങ്കിൽ ഇന്ന് അതിൻ്റെ കണക്ക് കുറച്ചും കൂടി ഒന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ, ആ ബ്ലീഡിങ്ങിൽ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പ്രഗ്നൻസി ബ്ലീഡിങ് ഉണ്ടായതിനു ശേഷവും അത് ടെസ്റ്റ് ചെയ്യാതെ വന്നിട്ട് ആ ഒരു നമുക്ക് ട്യൂബൽ പ്രഗ്നൻസിയുടെ സിറ്റുവേഷൻ ആയി എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ശരീരം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഓരോ ലക്ഷണത്തിനെയും നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ബ്ലീഡിങ് വന്നതിന് ശേഷം നിങ്ങൾക്ക് അതികഠിനമായിട്ടുള്ള തലവേദനയോ അല്ലെങ്കിൽ നിങ്ങൾ തലറങ്ങി വീഴാൻ പോകുന്നത് പോലെ തോന്നുകയോ അല്ലെങ്കിൽ വയറുവേദന അതിശക്തമായിട്ട് വരികയോ അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിഷ്യനെ പോയി കാണാതെ ആ ഫിസിഷ്യനെ കണ്ടിട്ടും അതിന് മാറ്റം വരുന്നില്ലെങ്കിൽ ആ വേദന വെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഉടനെ തന്നെ ഗൈനിക്കിനെ പോയി കാണാം, സ്കാൻ ചെയ്ത് നോക്കണം. ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 10-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 10-ാം തീയതിയെ ഡേ 1 ആയിട്ട് എടുത്ത് ഈ മാസം 8-ാം തീയതിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ചില ആളുകൾക്ക് പീരിയഡ്സ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ബ്രൗൺ കളറിലെ സ്പോട്ടിങ്ങോ ഡിസ്ചാർജോ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ചോര പോയി തുടങ്ങിയത് ആ ദിവസത്തെ നിങ്ങൾ ഡേ 1 ആയിട്ട് എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ കലണ്ടറിൽ നോക്കിയിട്ടും ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 30, 31 ഓരോ മാസങ്ങളിലും വ്യത്യാസം വരുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. എൻ്റെ സൗണ്ടിന് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു എനിക്കും 2 മക്കൾക്കും. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.